എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ബുധനാഴ്ചയായി അല്ലേ? ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, പിന്നെ ഫ്യൂച്ചർ എനർജി. ഓക്കെ, ഭാവിയിൽ എന്തായിരിക്കും എന്നുള്ളതും കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം. 2 ഡെക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി for your relationship, with the future energy for your relationship. ഓക്കെ, നോക്കാം. നമുക്ക് ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാൻ നമുക്ക്. നാളെ ഞാൻ ആൽഫബറ്റ് റീഡിംഗ് എടുത്തു തരാം കേട്ടോ. ഫീലിങ്സിൻ്റെ ആൽഫബറ്റ് റീഡിംഗ് നാളെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതിൽ രാശികളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സമയമെടുത്ത് ചെയ്യാം. അപ്പോൾ പോവാം റീഡിങ്ങിലേക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അവരുടെ റിലേഷൻഷിപ്പിനായിട്ടുള്ള കറണ്ട് എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫോർ ദ റിലേഷൻഷിപ്പ് എന്താണ്? പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. 4 of Wands. Wow. Temperance. Ace of Wands. King of Wands. Shit. King of Cups. Very good. High Priestess. 10 of Cups. Queen of Pentacles. Shit. Sun. കാർഡ് കയ്യിൽ നിന്ന് പോയി, ഇങ്ങോട്ട് ഷഫിൾ ചെയ്യട്ടെ കേട്ടോ. The Wheel. Okay. Lovers. Very good. And Page of Swords. Bottom of the deck വന്നിട്ട് Hanged Man. ഓക്കെ, കറണ്ട് എനർജിയിൽ നിങ്ങളെ പ്രതി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. പലരുടെയും പാർട്ട്ണർ അവർക്ക് ഒരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റിയിട്ട്, ഒരു വിവാഹത്തെക്കുറിച്ച്, ഒരു പ്രപ്പോസലിനെ കുറിച്ച് ഒക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയാനുണ്ടാകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ 11 ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെയും കൂടെ കാർഡാണ് കേട്ടോ. അവർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കും. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോയി ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യവും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് തന്നെ കാണുന്നു. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ബാലൻസിലെത്തണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം കേട്ടോ. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ കുറേ സ്പിരിച്വലായിട്ട് ഒരു വ്യക്തിയായിരിക്കണം. സ്പിരിച്വാലിറ്റി വളരെ മനസ്സിനോട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഏസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ബിഗിനിങ് തീർച്ചയായും അവർ ആഗ്രഹിക്കുന്നുണ്ട്. കറണ്ട് എനർജിയാണത്. തീർച്ചയായിട്ടും അവർ നിങ്ങളുമായൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി അവർ അട്രാക്ഷനും തോന്നുന്നുണ്ട്, സ്നേഹവും തോന്നുന്നുണ്ട്. നിങ്ങളുടെ മുഖം, സംസാരം, പ്രവൃത്തികളെല്ലാം തന്നെ അവർക്ക് വളരെയധികം ഇഷ്ടമുണ്ടാക്കുന്നു എന്ന് കാണുന്നു കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ച് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ധ്യാനിച്ചിരിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് വെച്ച് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഏറ്റവും കൂടുതൽ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ വ്യാപൃതരാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു റീഡിംഗ് ഒക്കെ എടുത്തിരിക്കാം. എന്താണ് റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കാം കേട്ടോ. അങ്ങനെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. അതായത് ടാരോ റീഡിങ്, ജ്യോതിഷം, അത് പിന്നെ എന്താണ് ഒക്കൾട്ടിൽ ന്യൂമറോളജി, ആസ്ട്രോളജി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒക്കൾട്ടിൽ വരുന്നതാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. ഓക്കെ, സ്പിരിച്വാലിറ്റി വീണ്ടും അവിടെ കാണുന്നുണ്ട്. സ്പിരിച്വലായിട്ട് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.
ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ അവരുടെ ഫീലിങ്സ് അത്ര വേഗം വ്യക്തമാക്കാത്തൊരു വ്യക്തിയുമായിരിക്കാം കേട്ടോ. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ. ഇവർക്ക് സത്യത്തിൽ സ്നേഹമുണ്ടോ? അത് അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിരിക്കും. ഇവർക്ക് സത്യത്തിൽ സ്നേഹമുണ്ടോ ഇല്ലേ, എന്താണ് അവരുടെ മനസ്സിൽ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ. പക്ഷെ ഒരുപാട് കെയർ തരുന്നൊരു വ്യക്തിയായിരിക്കും. എന്താ പറയുക, ഒരു മദർലി സ്നേഹം തരുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ അത്യധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, 10 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ അവർ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ്, അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ ഉൾക്കൊള്ളണം എന്നുള്ള ചിന്ത തന്നെയാണ് അവർക്ക് ഈ നിമിഷം ഉള്ളത് കേട്ടോ. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങളുമായൊരു കുടുംബം, കുട്ടികൾ, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ ജോലിയിലും കൂടി ശ്രദ്ധിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരും ശ്രദ്ധിക്കുന്നുണ്ട്, അവരും ജോബ് ഓറിയൻറ്റഡ് ആയിട്ട്, കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ പെട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ നിങ്ങളുടെ ജോലിയിലും കൂടി നല്ലപോലെ ശ്രദ്ധിക്കണം, സ്വയം സമ്പാദിക്കണം, സ്വയം പര്യാപ്തത ഉണ്ടാക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല കാര്യമാണ്. അതേപോലെ സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർ എത്രത്തോളം സന്തോഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അവർ ഓർക്കുന്നു. നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. നിങ്ങളില്ലെങ്കിൽ അവർക്ക് ലൈഫിൽ ഇരുട്ടാണ്. നിങ്ങൾ കൂടെ വേണം എപ്പോഴും, എന്നാൽ മാത്രമേ ചുറ്റും വെളിച്ചമുള്ളൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. വീൽ വെച്ചിട്ട് എന്തൊക്കെ തരം സിറ്റുവേഷൻസ്, തടസ്സങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം മാറി ഒരു നല്ല കാലം നിങ്ങൾക്ക് വരും, ഒരുമിച്ചുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. കാരണം അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, എന്താ പറയുക, ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റാണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. അതിതീവ്രമായ ഒരു ആത്മബന്ധം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് സോർട്സ് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു മെസ്സേജ്, കോള് എല്ലാം ചെയ്യണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ. ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോളും മെസ്സേജും ഒക്കെ വന്നിരിക്കാം, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഹാങ്ഡ് മാൻ എന്ന് നോക്കട്ടെ. ക്ലാരിഫൈ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. 8 ഓഫ് പെൻറ്റക്കിൾസ്. പലരും അവരുടെ ജോലി, റെസ്പോൺസിബിലിറ്റി, കരിയർ അങ്ങനെയൊക്കെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വിചാരിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. കാരണം ജോലി അങ്ങനത്തതാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനത്തതാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട്, തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തരാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ വിഷമവും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പർട്ടിക്കുലർലി ഇന്നത്തെ ദിവസം, നിങ്ങളിത് കാണുന്ന ദിവസം, നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം അവർക്ക് ഈ സിറ്റുവേഷൻ ആയിരിക്കും. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫോർ ദ റിലേഷൻഷിപ്പ്. ദ സ്റ്റാർ. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു താരോദയമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ വെളിച്ചം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ലൈഫിൽ. അവർക്ക് എന്ത് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുമ്പോഴും നിങ്ങൾ അവർക്ക് തുണയായിട്ട് കൂടെ നിന്നിട്ടുണ്ട്, ഇനി നിൽക്കുകയും ചെയ്യും. ആ ഒരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലിയിലായിരിക്കും കേട്ടോ. ജോലിയിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്ന. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വാട്സാപ്പ്, സോഷ്യൽ മീഡിയ, വാട്സാപ്പ് മാത്രമല്ല സോഷ്യൽ മീഡിയ റിലേറ്റഡ് കാര്യങ്ങളെ എടുത്ത് നോക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ജോലിയുടെ ഇടയിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അതെല്ലാം എടുത്ത് നോക്കുന്നതായിട്ടും, നിങ്ങളുടെ പിക്ചർ കൈവശമുണ്ടെങ്കിൽ അതെടുത്ത് നോക്കുന്നതായിട്ടും, നിങ്ങളുടെ മെസ്സേജസ് എടുത്ത് വായിക്കുന്നതായിട്ടും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ അവരുടെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം സ്വയം പര്യാപ്തത വേണം എന്നവർ ചിന്തിക്കുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ അല്ലേ. നിങ്ങളും അതുപോലെ സെൽഫ് കെയർ, സെൽഫ് ലവ് ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ അവർ എന്താ പറയുക, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അന്നേരം വന്നത്. ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളെ കുറിച്ച് വളരെ ഇമോഷണലായിട്ട് തന്നെ
ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരുടെ 100% ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് തന്നെ കാണുന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. സേവിങ്സിനെ പറ്റിയിട്ടും അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം പൈസ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ സ്പീഡായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ അവർ അതിലേക്കും കൂടി ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ലാസ്റ്റ് കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളെ പ്രതി പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. നിങ്ങളെ പൊതിഞ്ഞ് പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് നിങ്ങൾ ആരുമായിട്ടും നിങ്ങളെ ഷെയർ ചെയ്യാൻ അവർക്ക് ആഗ്രഹമില്ല. ഓക്കെ, എന്ന് വെച്ചാൽ അതിപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ മെൻഷൻ ചെയ്ത് സംസാരിച്ചാൽ പോലും ഇവർക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് അവരുടെ കറണ്ട് എനർജി. എന്തിനാ അവരോട് സംസാരിച്ച് അവരുടെ കൂടെ എന്തിനാ പോയേ എന്നൊക്കെയുള്ള ചോദ്യം, അങ്ങനെ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര പൊസസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ എന്നും കാണുന്നു. ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നും കൂടെ നോക്കാം. ഇനി ഫ്യൂച്ചർ എനർജി ഓഫ് യുവർ പേഴ്സൺ ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫ്യൂച്ചർ എനർജി എന്തായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പിനായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫ്യൂച്ചറിലുള്ള എനർജി എന്തായിരിക്കും, ഭാവിയിൽ എങ്ങനെ വരാനാണ് സാധ്യത. 4 ഓഫ് വാണ്ട്സ് താഴെ വീണു കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫ്യൂച്ചർ എനർജി തുടക്കം തന്നെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. എടുക്കട്ടെ. Ace of Wands, good. Knight of Cups, Lovers, wow, good. The Fool, High Priestess, okay. 3 of Cups, 6 of Cups, 7 of Pentacles, 2 of Cups, wow. Empress, very good. കൊള്ളാലോ. Ace of Cups, wow. Page of Wands, bottom of the deck. ഇവിടെ എനിക്ക് 3 of Cups ആണെന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ക്ലാരിഫൈ 3 of Cups, ഒരു ആവശ്യമില്ലാത്ത കാർഡ് അത്. ക്ലാരിഫൈ 3 of Cups, ക്ലാരിഫൈ 3 of Cups, ക്ലാരിഫൈ 3 of Cups. King of Cups, പറയാം കേട്ടോ. ഓക്കെ, ഫ്യൂച്ചർ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാണുന്നത് വീണ്ടും ഒരു കല്യാണം, പ്രപ്പോസൽ, സ്റ്റെബിലിറ്റി, ഒരു സ്റ്റേബിൾ ലൈഫ്, വിഷ് ഫുൾഫിൽമെൻറ്റ്, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ചിന്തകളിലും ഫ്യൂച്ചറിലും. വെച്ചാൽ നിങ്ങളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അപ്പോഴേ അത് സഫലമാകുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അതും ഭാവിയിൽ സഫലമാകുന്നതായിട്ട് തന്നെ കാണുന്നു. നിങ്ങളുടെ ഇടയിൽ ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഒരു വാക്ക് തർക്കമോ ഒരു കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് ഒന്നിച്ച് വരുന്നതായിട്ടും കാണുന്നു. കാരണം നിങ്ങൾക്ക് പരസ്പര സ്നേഹമാണ്. ആ സ്നേഹം അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം അവിടെ സെപ്പറേഷൻ പോസിബിൾ അല്ല. കാരണം എന്താണ്, നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും എന്ത് പ്രശ്നങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഒരുമിച്ച് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ടും യാത്രകൾ പോകുന്നതായിട്ടും കെയർ ഫ്രീ ആയിട്ടൊരു ലൈഫ്, ഹാപ്പി ആയിട്ടൊരു ലൈഫ് ജീവിക്കുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്ത് തരം റിസ്ക്കും ഫേസ് ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങൾക്ക് ഒരുമിച്ചൊരു ലൈഫ് ഉണ്ടാവുന്നതായിട്ട് തന്നെ കാണുന്നു. ഈ ടാറോ ആയിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് ഭാവിയിലും കണ്ടിന്യൂ ആവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒരു ഓക്കൾട്ട് റിലേറ്റഡ് പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ടാറോ റീഡിങ്, ജ്യോതിഷം, ന്യൂമറോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പ്രീസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അങ്ങനത്തെ ഒരു 4 പേർക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ,
അങ്ങനെ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ആയി വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇമോഷണലി നിങ്ങൾക്ക് കുറേ സ്റ്റെബിലിറ്റി കിട്ടും എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിവൈൻ ബ്ലെസ്സിങ് വരുന്നതായിട്ടും ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ ശരിയാകുന്നതായിട്ടും കാണുന്നുണ്ട്. ആ 3 ഓഫ് കപ്സും കിങ് ഓഫ് കപ്സ് അവിടെ ഇരിക്കട്ടെ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് റണ്ണിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ ഒരുമിച്ച് മെമ്മറീസ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ്, നിങ്ങളുടെ യാത്രകൾ പോകുന്നതായിരിക്കാം, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഭാവിയിൽ ഇരുന്ന് കുറേ വയസ്സാകുമ്പോൾ ഇരുന്ന് ആലോചിക്കാൻ നിങ്ങൾ ഒരുമിച്ച് മെമ്മറീസ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഏത് ലെവലിലുള്ള ഹാർഡ് വർക്കും ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ആ ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരതിനു വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും അവർക്ക് മടിയില്ല, ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. 2 ഓഫ് കപ്സ് വെച്ച് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. സെപ്പറേഷനിലിരിക്കുന്നവർക്ക് ഒരു റീയൂണിയൻ സാധ്യത ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു ഭാവിയിൽ കേട്ടോ. ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ളവർ ആ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും ഒരു യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട് നിങ്ങളെ എന്നും അവർ ഉയർന്ന ലെവലിലാണ് അവരുടെ ലൈഫിൽ വയ്ക്കുക. അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മ സ്ഥാനത്ത് അവിടെ എനർജി എടുത്താൽ മതി, സ്ത്രീ പുരുഷ വ്യത്യാസം എടുക്കണ്ട. നിങ്ങൾ വളരെ ഹൈ ആയിട്ടാണ് അവരുടെ ലൈഫിൽ പ്ലേസ് ചെയ്യുക. നിങ്ങളില്ലാത്ത ഒരു ജീവിതം അവർക്ക് വേണ്ട എന്നുള്ള അത്രയും രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതായത് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല. നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ അവർ വേറൊരു വിവാഹം വേണ്ട എന്നുള്ള ഒരു രീതിയിൽ തന്നെ ചിന്തിക്കും, ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്ന അത്രയും ഹൈ ലെവലിലാണ് നിങ്ങളെ അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട് എന്ന് തന്നെ കാണുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ച് ഈ സ്നേഹം, അതായത് ഈ ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഈ സ്നേഹം ഉണ്ടല്ലോ, അവർ ലൈഫ് ലോങ് നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് വോൺസ് വെച്ച് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും ഉണ്ടാകും, മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും എല്ലാം തന്നെ കോൾ മെസ്സേജസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഇനി 3 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ്, ഇവരുണ്ടല്ലോ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം കേട്ടോ. ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം. ആ സുഹൃത്ത് കുറേ കാലമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും, പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള രീതിയിൽ അവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നതായിട്ട്, ഇതൊരു പർട്ടിക്കുലർ കേസാണ് കേട്ടോ. ഈ ഫ്രണ്ട്സ് ആയിട്ട് ഉള്ള സ്നേഹം, ഓക്കെ, അവിടെ അവരിപ്പോഴും മടിച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പറഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ആ സ്നേഹം മനസ്സിൽ വെച്ച് അങ്ങനെ മിണ്ടാതിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് നോക്കട്ടെ കേസിൽ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ദീസ് പീപ്പിൾ. വിൽ ദേ ഡിസ്ക്ലോസ് ദെയർ ലവ്? ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. പറയും അവർക്ക് ഒരു ലെവൽ കഴിയുമ്പോൾ നമ്മൾക്ക് പൊട്ടിപ്പോകുമല്ലോ, ഉള്ളിലുള്ളത് മറച്ചു വെച്ച് ഇരിക്കുകയാണെങ്കിൽ ഒരു ലെവൽ കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുമല്ലോ. അങ്ങനെ അവർ ഡിസ്ക്ലോസ് ചെയ്യും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. തൽക്കാലം നിങ്ങളെ ഫ്രണ്ട് സോൺ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ഇവർ. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. ഫ്യൂച്ചർ എനർജിയിലേക്ക് കുറച്ച് കാർഡ്സ് കൂടി തരൂ. ഫ്യൂച്ചർ എനർജിയിലേക്ക് കുറച്ച് കാർഡ്സ് കൂടെ തരൂ പ്ലീസ്. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ ഇവർ ചിന്തിച്ചിരുന്നു. അത് ഭാവിയിലും ആ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കണ്ടിന്യൂ ആവുന്നതായിട്ടും റെസ്പോൺസിബിലിറ്റീസ് ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഒരു നല്ല രീതിയിൽ ഈക്വൽ ഷെയറിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സ്, നല്ല രീതിയിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ 4 ആൾ അറിയെ നിങ്ങളെ വിവാഹം ചെയ്ത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരും എന്നും അവിടെ കാണിക്കുന്നുണ്ട്. സൊസൈറ്റിയിലൊരു കപ്പിളായിട്ട് ഒരു പ്രോപ്പർ ഫാമിലി ആയിട്ട് നിങ്ങൾ ജീവിക്കും എന്ന് തന്നെ കാണുന്നു. 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ്. സാമ്പത്തികമായിട്ടും
ഇവരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് തന്നെ കാണുന്നു കേട്ടോ. ഇടയ്ക്ക് ഇഷ്യൂസ് മീൻസ് ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യും തീർച്ചയായിട്ടും. എല്ലാ റിലേഷൻഷിപ്പിലും അത് ഉണ്ടായിരിക്കും അല്ലേ. ഇടയ്ക്ക് ചെറിയ വഴക്കുകൾ, എന്താ പറയുക, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ ഒരു 100 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്, ക്ലാരിഫൈ 7 ഓഫ് കപ്സ്, ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. കിങ് ഓഫ് സ്വാർഡ്സ് എന്ന് വെച്ചാൽ ഈഗോ ഇഷ്യൂസ്, വഴക്കുകൾ, കുഞ്ഞു വഴക്കുകൾ, അതെല്ലാം എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും. ഓക്കെ, പക്ഷെ അതൊക്കെ നിങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഒരു 2-3 കാർഡ് കൊടുത്ത ഒരു 1 3 more cards for the future energies. ദ മൂൺ, ചിലർക്കെങ്കിലും കേട്ടോ, എല്ലാവർക്കും ഉള്ളതല്ല അത്, ചിലർക്കെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ജോലിയൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കാം, ലോങ് ഡിസ്റ്റൻസിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു മിസ്സിങ് എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചിലർക്കെങ്കിലും അവിടെ കാണുന്നുണ്ട്. അതെല്ലാവർക്കും ഒന്നും എടുക്കണ്ട. ഓക്കെ, 4 ഓഫ് കപ്സ്, വീണ്ടും ഒരു മിസ്സിങ് എനർജി അവിടെ കാണുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കണം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മിസ്സിങ് എനർജി അവിടെ ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യത കാണുന്നത്. ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ അത് ജോലി സംബന്ധമായിട്ട് തന്നെയാണ്. കാരണം ഈസ് ഓഫ് പെൻറ്റക്കിൾസ്, ഒരു ട്രാൻസ്ഫറൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് അവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ആ സിറ്റുവേഷനിലുള്ളവർ മാത്രം എടുക്കുക കേട്ടോ. അല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോകുന്നൊന്നുമല്ല. ലൈക്ക് ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സണ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അവിടെ അതിതീവ്രമായി നിങ്ങളെ മിസ്സ് ചെയ്യും പിന്നീട് എന്നുള്ള രീതിയിൽ കാണുന്നു. ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം, മിസ്സിങ്ങിൽ നമുക്ക് നിർത്തണ്ട അല്ലേ. ജസ്റ്റ് 1 more കാർഡ് ചെയ്യാം പാസ്റ്റ് എനർജിയിൽ. 9 ഓഫ് പെൻറ്റക്കിൾസ്, ജോലി സംബന്ധമായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നത് കേട്ടോ. കാരണം അവർക്ക് അവരുടെ കരിയർ സേവിങ്സ് എല്ലാം ചിന്തിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസിൽ പോകുന്നതായിട്ടും അവിടെ നിങ്ങൾ മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളതല്ല, ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിൽ പോകേണ്ടി വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവർ സെപ്പറേറ്റ് ആയിട്ട് പോകുമെന്നല്ല, നിങ്ങൾ എവിടെ ഇരുന്ന് മിസ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും ഫ്യൂച്ചർ എനർജിയും. ഓക്കെ, എല്ലാം നല്ല മനോഹരം തന്നെ ആയിരുന്നു. അവിടെ നെഗറ്റിവിറ്റി ആയിട്ട് യാതൊന്നും കണ്ടില്ല, ഒരു സെപ്പറേഷൻ്റെ ഒന്നും യാതൊരു കാർഡും അവിടെ കണ്ടില്ല അല്ലേ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനർജീസ് ഇന്ന് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്താലേ എനിക്കും നിങ്ങളുമായിട്ട് ഒരു ലിങ്ക് വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ അത്യാവശ്യമാണെന്ന് പറയുന്നത്. അതൊന്ന് ചെയ്തു തരാം ദയവ് ചെയ്ത്. പിന്നെ വേറെ എന്താണ്, പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, പിന്നെന്താണ് 12 പോർട്ടൽ വരുന്നുണ്ട്. അത് നമ്മുടെ ബേ ലീഫ് മാനിഫെസ്റ്റേഷൻ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അന്നത്തെ ദിവസം കേട്ടോ. ബേ ലീഫിൽ എഴുതുക, സിനമൺ പൗഡർ റെഡ് പെൻ വെച്ച് എഴുതുക കേട്ടോ. റെഡ് ഓർ ഗ്രീൻ പെൻ, നിങ്ങൾ റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റെഡ് പെൻ എടുക്കുക, അല്ല ഫൈനാൻസസ് അങ്ങനെയാണെങ്കിൽ ഗ്രീൻ പെൻ എടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ എന്താണ് സിനമൺ പൗഡർ വെതറിയിട്ട് ഫോൾഡ് ചെയ്യുക, നിങ്ങളുടെ നേരെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഗ്രാമ്പൂ കൊണ്ട് പിൻ ചെയ്തിട്ട് കർപ്പൂരം വെച്ച് അങ്ങ് കത്തിച്ചിട്ട് ആഷസ് കളക്ട് ചെയ്തിട്ട് യൂണിവേഴ്സിന് താങ്ക്സ് പറഞ്ഞിട്ട് ബ്ലോ ചെയ്ത് കളയുക. ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ വേണം ബ്ലോ ചെയ്ത് കളയാൻ കേട്ടോ. അതാണ് ബേ ലീഫ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, ബേ ലീഫ് പൊട്ടാത്തതായിരിക്കണം. ബേ ലീഫ് പറഞ്ഞ വഴണയല്ല. ഓക്കെ, പൊട്ടാത്ത സൈഡൊന്നും പൊട്ടാത്തത് നോക്കി നല്ലത് നോക്കി എടുക്കണം കേട്ടോ. ഹോളായിട്ടുള്ള ഇലയായിരിക്കണം. അപ്പോൾ അത് 12ന് ചെയ്തോളൂ. വേറെ എന്താണ്, ന്യൂ ഇയറിന് എന്തെങ്കിലും റിച്വൽ ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഓക്കെ, ഐ വിൽ കീപ് യു ഇൻഫോംഡ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക.
ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.